Welcome to next lecture, order properties of R. So there is a subset of R called set of all positive real numbers which satisfies the following properties. So order properties of R പറയുന്നത് ഒരു ആർ എന്ന് പറഞ്ഞ റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷന് ഒരു സബ്സെറ്റ് ഉണ്ട്. ആ സബ്സെറ്റിൻ്റെ പേരെന്താ? സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ് ആ സബ്സെറ്റിൻ്റെ പേര്. അതിൻ്റെ താഴെ കാണുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് പറയണത്. ഓക്കെ, സോ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിനുള്ള പ്രോപ്പർട്ടി എന്താ? അതിന് ആ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ സെറ്റിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ഉണ്ട്. അത് നമ്മൾ എന്താണ്? പി എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ. പി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കൂ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഇഫ് എ കോമ ബി ബിലോങ് ടു പി, എയും ബിയും പിയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എ പ്ലസ് ബിയും എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. എയും ബിയും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബിയും പോസിറ്റീവ് റിയൽ നമ്പർ ആവും. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു നോക്കൂ. എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എ ഇൻറ്റു ബി പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും എന്നാണ് പറയണേ. ഓക്കെ, അതാണ് ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ് പറയണേ. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ? ഇഫ് എ ഈസ് എ റിയൽ നമ്പർ ദെൻ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹോൾഡ്. ഒരു റിയൽ നമ്പർ എടുത്താൽ അത് മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്യും. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നുകിൽ അത് പോസിറ്റീവ് റിയൽ നമ്പർ ആവും. ഒരു റിയൽ നമ്പർ എടുത്താൽ ഒന്നുകിൽ അത് പോസിറ്റീവ് റിയൽ നമ്പർ ആവും, അല്ലെങ്കിൽ എടുത്ത നമ്പറിൻ്റെ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് റിയൽ നമ്പർ ആവും. ഒന്നുകിൽ എടുത്ത നമ്പർ പിയിലുണ്ടാവും, അല്ലെങ്കിൽ എടുത്ത നമ്പറിൻ്റെ നെഗറ്റീവ് എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ പോസിബിലിറ്റി എന്താ? എടുത്ത നമ്പർ 0 ആവും. അപ്പോൾ ഏതൊരു റിയൽ നമ്പർ എ എടുത്തു കഴിഞ്ഞാലും അതിന് ഈ താഴെ കാണുന്ന മൂന്നെണ്ണത്തിൽ എക്സാക്ട്ലി ഒരെണ്ണം ഉറപ്പായിട്ട് ഹോൾഡ് ചെയ്തിരിക്കും എന്നാണ് പറയണത്. ഈ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുക. ദ കണ്ടീഷൻ 3 ഈസ് കോൾഡ് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി ഓഫ് ആർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ ലൈൻ, ഈ റിയൽ ലൈനിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ മൂന്നായിട്ട് ഭാഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എടുക്കുന്ന പോസിറ്റീവ് റിയൽ നമ്പർ ഒന്നുകിൽ എന്താവും? ഒന്നുകിൽ 0 ആവും, അല്ലെങ്കിൽ അത് 0ൻ്റെ വലതുവശത്ത് കിടക്കുന്ന പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 0ൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. എങ്ങനെയാണ് നെഗറ്റീവ് റിയൽ നമ്പർ പറയണേ? എപ്പോഴാണ് ഒരു നമ്പർ നെഗറ്റീവ് റിയൽ നമ്പർ ആവുക? നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ. എടുക്കുന്ന നമ്പർ -2 ആണെങ്കിൽ -2 എവിടെ ഉണ്ടാവണം? പിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ -2 എന്താ? +2 ആണ്. അപ്പോൾ എടുക്കുന്ന നമ്പറിന് നെഗറ്റീവ് പോസിറ്റീവ് റിയൽ നമ്പർ ആവുക എന്ന് പറഞ്ഞാൽ എടുക്കുന്ന നമ്പർ എവിടെ നിന്ന് വരണം? സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ നമ്മുടെ റിയൽ ലൈന് മൂന്നായിട്ട് തിരിക്കുന്ന ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ നോക്കൂ. ഡെഫിനിഷൻ: എ കോമ ബി ബിലോങ് ടു ആർ. എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. ഇഫ് എ മൈനസ് ബി ബിലോങ് ടു പി വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ലെസ് ദാൻ എ. ഇതാണ് ഒന്നാമത്തെ പറയണത്. എ മൈനസ് ബി പോസിറ്റീവ് ആണെങ്കിൽ, എയിൽ നിന്ന് ബി കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് പി ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഇഫ് എ മൈനസ് ബി ബിലോങ് ടു പി യൂണിയൻ 0, അതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി ബിലോങ് ടു പി യൂണിയൻ 0 എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഒന്നുകിൽ പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ എന്താവണം? 0 ആവണം എന്നർത്ഥം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതാണ് അർത്ഥം. എ മൈനസ് ബി പി യൂണിയൻ 0 എന്ന് പി എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ യൂണിയൻ 0 എന്ന് വെച്ചാൽ ഒന്നുകിൽ 0 ആവാം. സോ എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവണം, ഓർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവണം. ഇതാണ് അടുത്ത ഡെഫിനേഷനായിട്ട് അവർ പറയുന്നത്. ഓക്കെ, നോ ഇഫ് എ കോമ ബിലോങ് ടു ആർ ആൻഡ് എ മൈനസ് ബി ബിലോങ് ടു ആർ. എയും ബിയും ആറിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എ മൈനസ് ബി അവിടുത്തെ മെമ്പർ ആയിരിക്കും. എ മൈനസ് ബിയും ആറിലെ മെമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഒന്നുകിൽ എന്താവും? എന്താ പോസിബിലിറ്റി അല്ല? എ മൈനസ് ബി ആറിലെ മെമ്പർ ആണെങ്കിൽ എ മൈനസ് ബി ഒന്നുകിൽ പിയിലുണ്ടാവാം, എ മൈനസ് ബി പിയിലുണ്ടാവാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി പിയിലുണ്ടാവാം, അല്ലെങ്കിൽ എ മൈനസ് ബി 0 ആവാം. ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റി അല്ലേ ഉള്ളൂ അല്ലേ? എ മൈനസ് ബി പിയിലുണ്ടാവാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി പിയിലുണ്ടാവാം, അല്ലെങ്കിൽ എ മൈനസ് ബി ഇക്വൽ ടു 0 ആയിരിക്കും. മൂന്ന് പ്രോപ്പർട്ടിയാണ് നമ്മൾ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി പറഞ്ഞത്. ഇനി എ മൈനസ് ബി പിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണെന്നർത്ഥം. എ മൈനസ് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് അത് അർത്ഥമാക്കണേ. അടുത്ത് മൈനസ് ഓഫ് എ മൈനസ് ബി പിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ബി മൈനസ് എ പിയിലുണ്ടെന്നാണ് അല്ലേ? മൈനസ് എ പ്ലസ് ബി എന്നാണ് വായിക്കാതെ, മൈനസ് അകത്തേക്ക് ഇട്ട് കൊടുത്താൽ. സോ ബി മൈനസ് എ പിയിലുണ്ടെന്ന് അർത്ഥമാവും. ബി മൈനസ് എ പിയിലുണ്ടെങ്കിൽ ബി മൈനസ് എ പോസിറ്റീവ് ആണ്. ബി മൈനസ് എ പോസിറ്റീവ് ആണെങ്കിൽ ബി ആയിരിക്കും എനേക്കാളും വലുതാവുക എന്നർത്ഥമാക്കാം. അടുത്ത് ഇനി എ മൈനസ് ബി 0 ആണെങ്കിലോ? എ മൈനസ് ബി 0 ആണെങ്കിൽ എയും ബിയും സെയിം ആണ് എന്ന് തന്നെയാണ് അർത്ഥം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പർ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. ഇങ്ങനെയും മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തിരിക്കാൻ പറ്റും. ദിസ് ഇസ് ഓൾസോ കോൾഡ് ട്രൈക്കോട്ടോമിക് പ്രോപ്പർട്ടി. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വിളിക്കും? ട്രൈക്കോട്ടോമിക് പ്രോപ്പർട്ടി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അടുത്ത തിയറം. എ കോമ ബി കോമ സി ബിലോങ് ടു ആർ. എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് തിയറമേ പറയണത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ദെൻ എ ഗ്രേറ്റർ ദാൻ സി. എ ബിനേക്കാളും വലുതാവണം, ബി സിനേക്കാളും വലുതാവണം. എ ബിനേക്കാളും വലുതാവണം, ബി സിനേക്കാളും വലുതാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എ എന്ന് പറഞ്ഞ നമ്പർ സിനേക്കാളും വലുതാവും എന്ന് നമുക്കവിടെ തെളിയിക്കണം. നോക്കുക, ഒന്നാമത്തെ പ്രൂഫ് നോക്കുക. ഇഫ് ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, അല്ലേ? എ എന്നുള്ളത് ബിനേക്കാളും വലുതാൻ തന്നിട്ടുണ്ട്, ബി സിനേക്കാളും വലുതാൻ തന്നിട്ടുണ്ട്. എ ബിനേക്കാളും വലുതാണെങ്കിൽ എ മൈനസ് ബി പോസിറ്റീവ് ആയിരിക്കും, എ മൈനസ് ബി ബിലോങ് ടു പി ആയിരിക്കും. ബി സിനേക്കാളും വലുതാണെങ്കിൽ ബി മൈനസ് സി എന്തായിരിക്കും? പിയിലെ മെമ്പർ ആയിരിക്കും. ഇപ്പോൾ എ മൈനസ് ബി ഒരു പോസിറ്റീവ് നമ്പറാണ്, ബി മൈനസ് സിയും പോസിറ്റീവ് നമ്പറാണെങ്കിൽ ആ രണ്ട് നമ്പറുകളുടെ സമ്മും പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? എ മൈനസ് ബി പോസിറ്റീവാണ്, ബി മൈനസ് സിയും പോസിറ്റീവ് ആണെങ്കിൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്തായി മാറും? അതൊരു പോസിറ്റീവ് നമ്പർ ആവും. അപ്പോൾ അതിനർത്ഥം എന്താ? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്നാണ് വായിക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് ബിയും ബിയും ക്യാൻസൽ ആയാൽ വി ഗെറ്റ് എ മൈനസ് സി പിയിലുണ്ടാവും. കേട്ടോ, എ മൈനസ് സി പിയിലുണ്ടാവും. അതായത് എ മൈനസ് സി ഒരു പോസിറ്റീവ് നമ്പർ ആവും. എയിൽ നിന്ന് സി കുറച്ചാൽ നമുക്ക് പോസിറ്റീവ് നമ്പർ കിട്ടണോ എന്ന് പറഞ്ഞാൽ എ ഉറപ്പായിട്ട് എന്തായിരിക്കണം? സിനേക്കാളും വലുതാവണം. ഇപ്പോൾ ഒന്നാമത്തെ പ്രൂഫ് അവിടെ അവസാനിച്ചു. ഓക്കെ, എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയണേ? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ബിലോങ് ടു ആർ ദെൻ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. എ ബിനേക്കാളും വലുതാണ്, സി ഏതൊരു റിയൽ നമ്പർ ആണെങ്കിൽ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സിനേക്കാളും വലുതാണ് എന്ന് കാണിക്കണം. അപ്പോൾ നോക്കുക, ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി, ദാറ്റ് മീൻസ് വാട്ട്? എ മൈനസ് ബി പോസിറ്റീവ് നമ്പറാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്, എ മൈനസ് ബി ഒരു പോസിറ്റീവ് നമ്പറാണ്. അടുത്തത് സി എന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? ഉണ്ടോ? എ മൈനസ് ബി പോസിറ്റീവ് ആണ്, സോ എ മൈനസ് ബിയുടെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുക, അതേ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ എ മൈനസ് സി മൈനസ് ബി എന്നാക്കി. അത് എ മൈനസ് സി പ്ലസ് സി മൈനസ് ബി എന്നാക്കി. ഉണ്ടോ? ഒരു സി എന്നുള്ള കോൺസ്റ്റൻറ്റ് റിയൽ നമ്പർ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. അതായത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്നാക്കാൻ പറ്റും. അതിനെ അല്ലേ ഒന്ന് ഓർഡർ ചെയ്തതില്ല. എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്നാക്കാൻ പറ്റും. അപ്പോൾ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി ആണ് ബി പ്ലസ് സിനേക്കാളും വലുത് എന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ പ്രൂഫായിട്ട് വരുന്നത്. മൂന്നാമത്തെ എന്താ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0, എ ബിനേക്കാളും വലുതാണ്, സി ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എ ഇൻറ്റു സി ഗ്രേറ്റർ ദാൻ ബി ഇൻറ്റു സി ആയിരിക്കും. ഇനി സി ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ, എ സി വിൽ ബി ലെസ് ദാൻ ബി സി. സി പോസിറ്റീവ് ആണെങ്കിൽ എ സി ഗ്രേറ്റർ ദാൻ ബി സി, സി നെഗറ്റീവ് ആണെങ്കിൽ എ സി ലെസ് ദാൻ ബി സി. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി തന്നിട്ടുണ്ട്. നോക്കാം, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട് ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എ മൈനസ് ബി പിയിലുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പിയിലുണ്ട്, സിയും പിയിലുണ്ട്. സോ രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്താവും? പോസിറ്റീവ് ആവും. ഫോർ എ മൈനസ് ബി ഇൻറ്റു സി എവിടെ ഉണ്ടാവും? എ മൈനസ് ബി ഇൻറ്റു സി എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. ഓക്കെ, എ മൈനസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ സി മൈനസ് ബി സി എന്ന് കിട്ടും. അല്ല, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എ സി മൈനസ് ബി സി അവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. എ സി മൈനസ് ബി സി പിയിൽ എന്ന് പറഞ്ഞാൽ എ സി മൈനസ് ബി സി പോസിറ്റീവ് ആണ്, അതായത് എ സി ബി സിനേക്കാളും വലുതാണ് എന്നർത്ഥം. സോ ഇത് ഫോർ എ സി ഇസ് ഗ്രേറ്റർ ദാൻ ബി സി. സോ എ സി ഇസ് ഗ്രേറ്റർ ദാൻ ബി സി നമുക്ക് നിഷ്പ്രയാസം പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0. നേരത്തെ സി ഗ്രേറ്റർ ദാൻ 0 ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ. സപ്പോസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഉറപ്പായിട്ട് അവിടെ ഉണ്ട്, പിയിലുണ്ട്. എ മൈനസ് ബി പിയിലെ മെമ്പറാണ്. ഓക്കെ, ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. സോ എ മൈനസ് ബി ബിലോങ് ടു പി. സി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ സി നെഗറ്റീവ്, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ മൈനസ് സി അവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. എ മൈനസ് ബിയും പിയിലുണ്ട്, മൈനസ് സിയും പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി അവിടെ ഉണ്ട്, പിയിലുണ്ട്. ഓക്കെ, മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ സി പ്ലസ് ബി സി അവിടെ ഉണ്ട്, പിയിലുണ്ട് എന്ന് കിട്ടി. അതായത് ബി സി മൈനസ് എ സി പിയിലുണ്ട്. അതായത് ബി സി മൈനസ് എ സി ആണ് പോസിറ്റീവ് നമ്പർ. അതിൻ്റെ അർത്ഥം എന്താ? ബി സി ഇസ് ഗ്രേറ്റർ ദാൻ എ സി എന്നാണ്. ബി സി മൈനസ് എ സി പോസിറ്റീവ് ആകുമ്പോൾ ബി സി ഗ്രേറ്റർ ദാൻ എ സി നമുക്ക് അവിടെ നിഷ്പ്രയാസം മനസ്സിലാക്കാനും പറയാനും സാധിക്കും. അടുത്ത തീരം നോക്കൂ. ഇഫ് എ ഈസ് എ റിയൽ നമ്പർ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ എ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. എ ഒരു റിയൽ നമ്പറാണ്, എ 0 അല്ലാത്ത റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും?
പോസിറ്റീവ് ആയിരിക്കും. സോ എ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ബി പാർട്ട് കാണിക്കുന്നത് 1 ഇസ് ഗ്രേറ്റർ ദാൻ 0. 1 എന്നുള്ള നമ്പർ എപ്പോഴും 0നേക്കാളും വലുതാണ് എന്ന് കാണിക്കണം. അപ്പോൾ എന്ത് കാണിച്ചാൽ മതി? 1 എന്നുള്ള നമ്പർ ഏതെങ്കിലും ഒരു റിയൽ നമ്പറിൻ്റെ നോൺ സീറോ റിയൽ നമ്പർ സ്ക്വയർ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ കാണിച്ചാൽ നമുക്ക് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ എന്താ? ഇഫ് n ബിലോങ് ടു n ദെൻ n ഇസ് ഗ്രേറ്റർ ദാൻ 0. n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ എന്നും പോസിറ്റീവ് ആവും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈ മൂന്ന് എയും ബിയും സിയും നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ പ്രൂഫ് നോക്കൂ. എ ഈസ് എ റിയൽ നമ്പർ, എ നോട്ട് ഈക്വൽ ടു 0. നമുക്ക് എ സ്ക്വയർ പോസിറ്റീവ് എന്ന് കാണിക്കണം. സോ എ ഈസ് എ റിയൽ നമ്പർ, റിയൽ നമ്പർ. ദാറ്റ് മീൻസ് വാട്ട്? എ റിയൽ നമ്പർ ആണെങ്കിൽ 3 പോസിബിലിറ്റിയാണ് എനിക്കുള്ളത്. ഒന്നെങ്കിൽ എ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ മൈനസ് എ പിയിലുണ്ടാവും, അല്ലെങ്കിൽ എ 0 ആയിരിക്കും. അപ്പോൾ ഗിവൺ ദാറ്റ് എ നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്തായാലും നോക്കണ്ട. അപ്പോൾ എ പിയിലുണ്ടാവാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ പിയിലുണ്ടാവാം. സോ എ ബിലോങ് ടു പി ഓർ മൈനസ് എ ബിലോങ് ടു പി, ഈ രണ്ട് പോസിബിലിറ്റി നമുക്കുള്ളൂ. ലെറ്റ് എ ബിലോങ് ടു പി, എ പിയിലെ മെമ്പർ ആണെന്ന് വിചാരിക്കാം. suppose A belong to P. So let A belong to P. A belong to P implies A into A belong to P. അല്ലേ? എയും ബിയും പിയിലുണ്ടെങ്കിൽ എ ബി പിയിലുണ്ടാവുമെന്ന് പറയാം. ഇവിടെ ബിക്ക് വരെ എ തന്നെ കൊടുത്താൽ മതി. സോ എ പിയിലെ മെമ്പർ ആണെങ്കിൽ എ ഇൻറ്റു എ എവിടെ ഉണ്ടാവും? പിയിലെ മെമ്പർ ആവും. അത് എ സ്ക്വയർ പിയിലെ മെമ്പറും. അതായത് എ സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. എ സ്ക്വയർ പിയിലെ മെമ്പറായി, എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയി. ഇനി ലെറ്റ് മൈനസ് ഓഫ് എ ബിലോങ് ടു പി. മൈനസ് ഓഫ് എ പിയിലുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് എ ഇൻറ്റു മൈനസ് ഓഫ് എ എവിടെ ഉണ്ടാവണം? പിയിലുണ്ടാവണം. ബിക്കോസ് മൈനസ് ഓഫ് എ പിയിലുണ്ടെങ്കിൽ മൈനസ് ഓഫ് എന് മൈനസ് ഓഫ് എ പിയിലുണ്ടാവണം. സോ മൈനസ് ഓഫ് എന് മൈനസ് ഓഫ് എ പിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ സ്ക്വയർ പിയിലുണ്ടാവണം. എ സ്ക്വയർ പിയിലുണ്ടെങ്കിൽ അർത്ഥം എന്താ? എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അല്ലേ? എ സ്ക്വയർ പിയിലുണ്ടെങ്കിൽ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്കവിടെ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണിക്കണം. അല്ലേ? അതിലും കാണിക്കണ്ടേ? 1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവാൻ വേണ്ടത് എന്താ? എ സ്ക്വയർ ഒരു നോൺ സീറോ റിയൽ നമ്പറിന് സ്ക്വയർ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ ആണ് കേട്ടോ. 1 is equal to 1 square, which where 1 is not 0, where 1 is not 0. If 1 സ്ക്വയറിനോട് തുല്യമായത് കാരണം 1 ഉറപ്പായിട്ട് എന്താ? പോസിറ്റീവ് ആവും. അടുത്തത് കണ്ടീഷൻ എന്താണ്? പി ഓഫ് എൻ where n greater than 0, then p of 1 greater than 0 is true by part A. എന്താണ് നമ്മുടെ മൂന്നാമത്തെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയണേ? സി പാർട്ട് ഇഫ് എൻ ബിലോങ് ടു എൻ ദെൻ എൻ ഗ്രേറ്റർ ദാൻ 0. എൻ്റെ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. പി ഓഫ് എൻ ആണെന്ന് വിചാരിക്കുക. പി ഓഫ് എൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ. സോ പി ഓഫ് എൻ എന്നുള്ളത് എൻ ഗ്രേറ്റർ ദാൻ 0, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. സോ പി ഓഫ് 1 ട്രൂ ആണെന്ന് നോക്കുക. നമ്മുടെ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പോണേ. അതായത് ഇനി 1 കൊടുത്താൽ പി ഓഫ് 1 കിട്ടും. പി ഓഫ് 1 എന്താ? പി ഓഫ് 1 ആണ്. സോ 1 is greater than 0, therefore പി ഓഫ് 1 is true. ഓക്കെ, 1ന് ആ കണ്ടീഷൻ ട്രൂ ആണ്. assume that പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ കെ ഗ്രേറ്റർ ദാൻ 0. കെ നോൺ സീറോ കെ ഗ്രേറ്റർ ദാൻ 0 ആവണം അല്ലേ? ഓക്കെ, പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? കെ ഈസ് എ നാച്ചുറൽ നമ്പർ. കെത്ത് നാച്ചുറൽ നമ്പർ ആണ് കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് അസംഷൻ. നമുക്ക് കാണിക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇപ്പോൾ കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? കെ പിയിലെ മെമ്പറാണ്. ബിക്കോസ് പി സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണല്ലോ. സോ കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കെ പിയിലെ മെമ്പറായി. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 1ഉം പിയിലെ മെമ്പറാണ്. സോ 1ഉം പിയിലെ മെമ്പറാണ്. അത് പോസിറ്റീവ് നമ്പേഴ്സിലെ മെമ്പറാണ്. കെയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലെ മെമ്പറാണ്. അങ്ങനെയാണെങ്കിൽ കെ പ്ലസ് 1 എന്തായിരിക്കും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലെ മെമ്പറായിരിക്കും. കെയും കെ പ്ലസ് 1ഉം പിയിലെ മെമ്പറായിരിക്കും. അപ്പോൾ കെ പ്ലസ് 1ഉം പോസിറ്റീവായി. കെ പോസിറ്റീവാണ്, 1 പോസിറ്റീവാണ്, കെ പ്ലസ് 1 പോസിറ്റീവ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് കെ പ്ലസ് 1 എന്തായി? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയി. ഓക്കെ, സോ 1ന് ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്തു, കെക്ക് അസ്യൂം ചെയ്തു, കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. സോ ദെർഫോർ ദാറ്റ് മീൻസ് ഫോർ പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ എവറി എൻ. ദെർഫോർ എല്ലാ നാച്ചുറൽ നമ്പറിനും ആ റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, what is next theorem? If a is a real number such that 0 less than or equal to a less than epsilon, for every positive epsilon, then a equal to 0. എ ഒരു റിയൽ നമ്പറാണ്. ആ റിയൽ നമ്പർ പ്രത്യേകത എന്താ? ഏതൊരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ എടുത്താലും അതിനേക്കാളും ചെറുതായിരിക്കും എ. ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പറാണ്. എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനേക്കാളും ചെറിയ ഒരു റിയൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സർ പ്രൂഫ് നോക്കൂ. ഗിവൺ എ ബിലോങ് ടു ആർ, എ ഒരു റിയൽ നമ്പറാണ്. ദെർഫോർ എ ബിലോങ് ടു പി ഓർ മൈനസ് എ ബിലോങ് ടു പി ഓർ എ ഈക്വൽ ടു 0. ഇത് 3 പോസിബിലിറ്റി ഏതെങ്കിലും ഒരെണ്ണം എക്ക് ഉണ്ടാവും. ഇഫ് എ ഈസ് എ ബിലോങ് ടു പി, എ ബിലോങ് ടു മൈനസ് പി or minus p അല്ല, minus a belong to p or a equal to 0. So a belong to p means a greater than 0, or minus a belong to p means a less than 0,
or a equal to 0 means a equal to 0 itself. Now, given a greater than or equal to 0, given that a is greater than or equal to 0, so avoid a less than 0. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a less than 0 അവോയ്ഡ് ചെയ്യാം. Therefore either a is greater than 0 or either a is equal to 0. a greater than or equal to 0 എന്ന് തന്നിട്ടുണ്ട്. സോ ഒന്നെങ്കിൽ a 0-നേക്കാളും വലുതാവും അല്ലെങ്കിൽ 0-നേക്കാളും ഈക്വൽ ആവും എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നൗ ടേക്ക് a greater than 0. a greater than 0 എടുക്കുക. Then take a is equal to 1/2 greater than 0. ഇപ്പോൾ എയും പോസിറ്റീവാണ്, 1/2 പോസിറ്റീവാണ്. ദർഫോർ a/2 ഹാഫ് ഇൻറ്റു എയും പോസിറ്റീവാണ്. എ പോസിറ്റീവാണ്, 1/2 പോസിറ്റീവാണ്. സോ 1/2 ഇൻറ്റു എ എന്താണ്? പോസിറ്റീവാണ്. Now we take epsilon equal to 1/2. Epsilon 1/2 എടുത്ത് സംഭവിക്കുക എന്താ? Given that a is less than epsilon for every epsilon. a എല്ലാ എപ്സിലോണേക്കാളും ചെറുതാണെന്നാണ് നമ്മുടെ തന്നിരിക്കുന്ന കണ്ടീഷൻ. പക്ഷേ ബട്ട് എ ഈസ് ലെസ് ദാൻ a/2. എ എപ്പോഴും a/2-നേക്കാളും ചെറുതാണ് എന്ന് നമുക്ക് കിട്ടിയേക്കണേ. എ ലെസ് ദാൻ എപ്സിലോൺ എപ്പോഴും ശരിയാവുന്ന കാര്യമാണ്. ഓക്കെ, പക്ഷേ എ ലെസ് ദാൻ a/2 എന്ന് കിട്ടിയേക്കണേ. എ ലെസ് ദാൻ a/2 ദാറ്റ് ഇസ് വിച്ച് ഇസ് നോട്ട് ട്രൂ. അല്ലേ, എ ഒരിക്കലും അതിൻ്റെ ഹാഫിനേക്കാളും ചെറുതാവില്ല. ബിക്കോസ് എ ഈസ് എ പോസിറ്റീവ് നമ്പർ വിച്ച് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് എ ബിലോങ് ടു ആർ such that 0 less than equal to a less than epsilon, for every epsilon then a is equal to 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. Now if a b greater than 0, then either a greater than 0 and b greater than 0, or a less than 0 and b less than 0. So a b greater than 0 implies a not equal to 0 and b not equal to 0. a b greater than 0 implies both a and b are non-zero numbers. That is, a belong to r minus 0. Therefore by trichotomy property, a greater than 0 or a less than 0. If a is greater than 0, then 1/a greater than 0 അല്ലേ. a greater than 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? a greater than 0 ആണെങ്കിൽ 1/a greater than 0 ആയിരിക്കും. 1/a greater than 0 ആണെങ്കിൽ അടുത്തുനിന്ന് 1/a പോസിറ്റീവ് എലമെൻറ്റിൻ്റെ കളക്ഷനിലുണ്ട്. 1/a പിയിലെ മെമ്പർ ആവും. ഓക്കെ, 1/a പിയിലെ മെമ്പർ ആവും. നോ എ ബി ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി അവിടെ ഉണ്ട്, പിയിലെ മെമ്പറാണ്. സോ 1/a പിയിലെ മെമ്പറായി, എ ബി പിയിലെ മെമ്പറായി. അപ്പോൾ 1/a ഇൻറ്റു എ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ബിക്കോസ് അതും പിയിലെ മെമ്പറാവും. 1/a ഇൻറ്റു എ ബി എന്താ? 1/a ഇൻറ്റു എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഇസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും നമുക്ക്. ഇഫ് എ ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 ആണെങ്കിൽ 1/a, that 1/a is less than 0, which implies minus 1/a greater than 0. നമ്മൾ രണ്ട് സൈഡ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തു. minus 1/a greater than 0, which implies minus 1/a belong to p. minus 1/a greater than 0 വെച്ചാൽ minus 1/a എടുത്ത മെമ്പറായി, പിയിലെ മെമ്പറായി. minus 1/a പിയിലുണ്ട്, എ ബി പിയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും minus 1/a ഇൻറ്റു എ ബി പിയിലുണ്ടാവണം. ദാറ്റ് ഇസ് മൈനസ് ബി പിയിലുണ്ടാവണം. മൈനസ് ബി പിയിലുണ്ടെന്ന് പറഞ്ഞാൽ ബി എന്തുണ്ടാവും? ബി ലെസ് ദാൻ 0 ആയിരിക്കും അല്ലേ.